എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാനും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം ഇന്ന് രാത്രി ISL നടക്കുകയാണ്. ഇന്ന് രാത്രി 7:30 ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാനും തമ്മിലുള്ള പോരാട്ടം. മോഹൻ ബഗാനുമായി ആദ്യപാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ കൊൽക്കത്തയിൽ വെച്ച് 2-3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണക്ക് വീട്ടാൻ കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക. ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ ടീമിൽ ഏതൊക്കെ താരങ്ങൾ അവൈലബിൾ ആയിരിക്കും എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനും ഇപ്പോൾ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പരിശീലകന്റെ വകയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും ഇന്നലെ നടന്ന പ്രീ മാച്ച് കോൺഫറൻസിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമൻ പറയുന്നത് ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സിന്റെ 2 താരങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ TG പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത്. പരിക്ക് പറ്റി പുറത്തിരിക്കുന്ന നവാസദോയും അതുപോലെ തന്നെ മലയാളി സൂപ്പർ താരമായ മുഹമ്മദ് അസറുമായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ കളിക്കാത്തതെന്നാണ് ഇപ്പോൾ നിലവിൽ TG പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത്. ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിന് സജ്ജമാണെന്നാണ് ഇപ്പോൾ TG പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ഐമൻ അടക്കമുള്ള താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയും ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ പങ്കുവയ്ക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ നവാസദോയ്ക്ക് പരിക്ക് കാരണമാണ് അദ്ദേഹം കളിക്കാത്തത്. എന്നാൽ മുഹമ്മദ് അസറിൻ്റെ കാര്യമെടുത്താൽ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനോടൊപ്പമാണ് നിലവിലുള്ളത്. താരം ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനഘട്ട ട്രെയിനിങ് സെഷനിലൊന്നും പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അസർ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല. കൂടാതെ പരിക്ക് പറ്റിയ നവാസദോയും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഇന്നത്തെ മത്സരത്തിൽ സജ്ജരായിരിക്കും എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ വ്യക്തമാക്കുന്നത്. എന്തായാലും മികച്ചൊരു വിജയം തന്നെ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നേടിയെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ നിലവിലുള്ളത്.